നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കേണ്ടതിന്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തി ലോക ലഹരി വിരുദ്ധ ദിനാചരണം. ലഹരി വ്യാപനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ആശങ്കാജനകം. കർശന പരിശോധനയും ബോധവൽക്കരണവുമായി എക്സൈസ് വകുപ്പ് പിടിമുറുക്കുമ്പോഴും ലഹരി ഉപയോഗം കുറയുന്നില്ലെന്ന് കണക്കുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ പാലക്കാട് ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 178ഓളം കേസുകൾ. വടക്കാഞ്ചേരിയിൽ അർദ്ധരാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പർ ലോറിയിലും മതിലിലും ഇടിച്ച്. പരിക്കേറ്റത് ചെറുതുരുത്തി സ്വദേശികൾക്ക്. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപ്പുഴകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ഇന്ദിരാജി റോഡിലുണ്ടായ സ്ഫോടനത്തിൽ കാട്ടുപന്നി ചത്തു. തിരക്കേറിയ പാതയോരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് ആശങ്ക പരത്തുന്നു. സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. സ്ഫോടനമുണ്ടായത് ചൊവ്വാഴ്ച രാത്രിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുമ്പോൾ അതിശക്തമായ പ്രതിരോധത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉയർന്നുവരേണ്ടത് അനിവാര്യമായിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കർശന പരിശോധനയും ബോധവൽക്കരണവുമെല്ലാം ഒരു വശത്ത് സജീവമാണെങ്കിലും ജില്ലയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 മാത്രം എക്സൈസ് വകുപ്പ് പിടികൂടിയത് 721 കിലോയിലേറെ കഞ്ചാവാണ്. ഹാഷിഷ് ഓയിൽ, ഹെറോയിൻ, മെത്താഫെറ്റാമിൻ, നൈട്രോസെഫാം തുടങ്ങിയ മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും പാലക്കാട് ജില്ലയിൽ കൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ചാൽ 3 ദിവസം വരെ ലഹരി നിൽക്കുന്നതാണ് MDMA. പൊടിയായും ക്രിസ്റ്റൽ രൂപത്തിലും ഇവ വിതരണം ചെയ്യുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഡോക്ടറുടെ കുറിപ്പടിയോടെ നൽകുന്ന നൈട്രോസെഫാം ഗുളികകളും പലരും ലഹരിക്കു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് മാത്രം 6 മാസത്തിനിടെ 178 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 117ഓളം പേർ അറസ്റ്റിലായി. പ്രതികളിൽ ഏറെയും യുവാക്കളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. കഞ്ചാവിൻ്റെ ഉപയോഗം പാലക്കാട് ജില്ലയിൽ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 10,000 മുതൽ 20,000 രൂപ വരെയാണ് 1 കിലോ കഞ്ചാവിൻ്റെ വില. അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തുന്നത്. ഈ വർഷം ഇതുവരെ 6,000-ലേറെ റെയ്ഡുകൾ എക്സൈസ് നടത്തിയിട്ടുണ്ട്. 1 ലക്ഷത്തിലേറെ വാഹനങ്ങളും പരിശോധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണം ഇനിയും അനിവാര്യമാണെന്ന സൂചനകളാണ് ഈ കണക്കുകൾ നൽകുന്നത്. ജീവിതം തന്നെയാണ് ലഹരി എന്ന സന്ദേശത്തിൽ ഊന്നിയ വിപുലമായ പ്രചരണ പരിപാടികളിലൂടെ മാത്രമേ പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകൂ. ന്യൂസ് ഡെസ്ക് STV. വടക്കാഞ്ചേരിയിൽ അർദ്ധരാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഉത്രാളിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പറിലും മതിലിലും ഇടിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ നിഹാജ്, നാസർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തു നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉത്രാളിക്കാവ് ക്ഷേത്രം കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം വിടുകയായിരുന്നു. വേഗത്തിലെത്തിയ വാഹനം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ടിപ്പറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതോടെയാണ് മതിലിലും തുടർന്ന് തിരിഞ്ഞ് പിറകുഭാഗം ടിപ്പറിലും ഇടിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന ചെറുതുരുത്തി സ്വദേശികളായ നിഹാജ്, നാസർ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നടന്ന സ്ഫോടനത്തിൽ കാട്ടുപന്നി ചത്തു. സംസ്ഥാന പാതയിലെ ഇന്ദിരാജി റോഡിൽ ചൊവ്വാഴ്ച രാത്രി നടന്ന സ്ഫോടനത്തിലാണ് കാട്ടുപന്നി ചത്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാത്രി 7:30-യോടെ പൊട്ടിത്തെറി ശബ്ദം കേട്ടതും നാട്ടുകാരെത്തി നോക്കിയപ്പോഴാണ് റോഡിൽ കാട്ടുപന്നി ചത്തുകിടക്കുന്നത് കണ്ടത്. പന്നിപ്പടക്കം പൊട്ടിയതാണോ എന്നതിന് സ്ഥിരീകരണമില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുപന്നിയുടെ ജഡം മേൽനടപടികൾക്കായി മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൈമാറി. സ്ഫോടക വസ്തുക്കൾ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടതാവാം എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയതായി മായന്നൂർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപ്പുഴകി വീണു.
അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. രാവിലെ 11 മണിയോടെ വടക്കഞ്ചേരി വാഴാനി റോഡിലായിരുന്നു അപകടം. വിരുപ്പാക്ക സ്വദേശി 53 വയസ്സുള്ള അയ്യപ്പൻ വീട്ടുകാരുമായി വടക്കാഞ്ചേരിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീഴുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അയ്യപ്പന്റെ സഹോദരിക്കും പേരക്കുട്ടി 16 വയസ്സുള്ള ചിന്നുവിനുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ വടക്കായ ഓട്ടുകാരൻ സൈഡിൽ വരികയായിരുന്നു. പെട്ടെന്ന് ഒരു മരം വന്ന് വണ്ടിയിലേക്ക് വീണു. അങ്ങനെ വണ്ടി മറന്നു. വണ്ടി സ്റ്റക്കായി. ഓട്ടോറിക്ഷയിൽ നിന്ന് വൻതോതിൽ പുക ഉയർന്നതിനാൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സും സ്ഥലത്തെത്തി. വടക്കാഞ്ചേരി പോലീസും സംഭവസ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് KCB പെൻഷനേഴ്സ് കൂട്ടായ്മ പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുഹമ്മദ് അലി റാവുത്തർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് S. പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽ ചന്ദ്, വൈസ് പ്രസിഡന്റ് R. സ്വാമിനാഥൻ, ഭാരവാഹികളായ VP രാധാകൃഷ്ണൻ, G. ഗീതാ നായർ, അഡ്വക്കേറ്റ് ശാന്താദേവി, കൈലാസ് മണി, C. ജയറാം എന്നിവർ പ്രസംഗിച്ചു. വേണ്ടിയുള്ള സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്തരത്തിലുള്ള ബോണ്ടുകൾ ഇറക്കണം. അതുപോലെ മറ്റ് സോഴ്സുകൾ കണ്ടെത്തണം. ആ ബോണ്ടിന്റെ പലിശ കൃത്യമായിട്ട് മാസ്റ്റർ ട്രസ്റ്റിൽ വരണം. അതിൽ നിന്നും ഭാവിയിലെ നമ്മുടെ പെൻഷൻകാരുടെ നമുക്ക് കിട്ടുന്ന പെൻഷന്റെ ലയബിലിറ്റി കണ്ടെത്തണം എന്നുള്ള ഉറച്ച നിശ്ചയത്തോടു കൂടിയാണ്, വിശ്വാസത്തോടു കൂടിയാണ് ബോർഡ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി സർക്കാരിന്റെ നിർദ്ദേശാനുസരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യ കൂമ്പാരമായി തേനൂർ അയ്യർമലയുടെ താഴ്വാരങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യം വ്യാപകമാകുന്നതോടെ വന്യജീവികളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. വിവാഹ ചടങ്ങുകൾക്കായി ഉപയോഗിച്ച പ്ലേറ്റുകൾ, ഗ്ലാസുകൾ തുടങ്ങി ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ വരെ മലയോര പ്രദേശത്തെ പാതയോരങ്ങളിലും വനമേഖലയിലും വ്യാപകമായി തള്ളിയിട്ടുണ്ട്. തേനൂർ അയ്യർമലയുടെ താഴ്വരയിലുള്ള പ്രദേശങ്ങളിലാണ് വ്യാപകമായി മാലിന്യം തള്ളിയിട്ടുള്ളത്. വേനൽക്കാലങ്ങളിൽ മാലിന്യങ്ങൾ കത്തിച്ചു കളയാമായിരുന്നുവെങ്കിലും മഴക്കാലമായതോടെ കത്തിക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ്. അതിനാലാണ് ആളൊഴിഞ്ഞ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. ഇത് വന്യജീവികളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീടുകളിൽ നിന്നുള്ള ഗാർഹിക മാലിന്യങ്ങളടക്കം വ്യാപകമായി ഇത്തരം വനമേഖലകളിൽ തള്ളുന്നുണ്ട്. അയ്യർമല റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പിടികൂടാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മലഞ്ചെരുവുകളിലും സർക്കാർ പുറമ്പോക്ക് തരിശുനിലങ്ങളിലും മഴക്കുഴി നിർമ്മിച്ച് വരും വേനൽക്കാലങ്ങളിലെ ജലക്ഷാമം മറികടക്കാനുള്ള കരുതലുമായി പ്രദേശവാസികൾ. പരിസ്ഥിതി പ്രവർത്തകനായ കല്ലൂർ ബാലന്റെ നേതൃത്വത്തിലാണ് മഴക്കുഴി നിർമ്മാണം നടക്കുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വിവിധ കനാൽ പുറമ്പോക്ക് സ്ഥലങ്ങൾ, വനമേഖലകൾ, പറളി മേഖല, തേനൂർ മേഖല, അയ്യർമല വനമേഖല, കല്ലൂർ ചുടിയൻമല താഴ്വാരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ മഴക്കുഴികൾ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നത്. നാട്ടുകാർ വളരെയധികം താൽപ്പര്യത്തോടു കൂടിയാണ് ഇതിൽ പങ്കാളികളാവുന്നതെന്നും ഇതിന് ഇറാൻ ഗ്രൂപ്പിന്റെ പിന്തുണയും സഹായവും ലഭിക്കുന്നുണ്ടെന്നും മഴക്കുഴി നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ പറഞ്ഞു. വളരെയേറെ ബുദ്ധിമുട്ടും സമയവും ചെലവഴിക്കേണ്ടി വരുന്നത് സംരക്ഷിക്കാനാണ്. വേനൽക്കാലങ്ങളിൽ കന്നുപിടിച്ച് കന്നുകാലികൾ കടിക്കും. അതിന് പയറിലിടണം, മഴക്കുഴികൾ കുഴിക്കണം, വെള്ളം കൊടുക്കണം. മഴക്കുഴികൾ കുഴിക്കുമ്പോൾ വെള്ളം ഭൂമിയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോവുക ചെയ്യും. ചെടികൾക്കും വെള്ളമായി ഭൂമിക്കും വെള്ളമായി. അതിനാണ് മഴക്കുഴികൾ എടുക്കുന്നത്. അപ്പോൾ സംരക്ഷിക്കാനാണ് ഏറെ ബുദ്ധിമുട്ടും സമയവും ചെലവഴിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഓരോ ഭാഗത്തും വെച്ച തൈകളുടെ മഴക്കുഴികളെടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജൂൺ മാസം 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയത്. അതിനുശേഷം ഈ ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല. വളരെ വേഗത്തിൽ അത് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പുതിയ ചുമതലയേറ്റ ICDS സൂപ്പർവൈസറോട് ആവശ്യപ്പെടുകയും അപ്പോഴാണ് അതിലേക്ക് നമ്മളെ കോർപ്പറേഷൻ കുറച്ച് ഉപകരണങ്ങളും കൂടി വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടാവും. അത് എന്നൊക്കെ കിട്ടും എന്നതിനെ സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട്
25-ാം തീയതി ആ ഉപകരണങ്ങളും കൂടി ഇന്ന് എത്തിക്കാം എന്ന് അവര് ഉറപ്പ് നൽകിയതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത്, സെക്രട്ടറി AK വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി R ബിന്ദു, ICDS സൂപ്പർവൈസർമാരായ ഡോക്ടർ OMS ബയാന, ഡോക്ടർ M ജസ്ന എന്നിവർ സംസാരിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് 26 പേർക്ക് ആവശ്യമായ 77 ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല ജമാഅത്തെ ഇസ്ലാമി മക്ക മസ്ജിദ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈദ് സുഹൂർ സംഗമം നടത്തി. മക്ക മസ്ജിദ് ഇമാം നജീബ് മാങ്കോശി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TM ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. അനസ് സക്കീർ, ഷിയാസ്, ഷംസുദ്ദീൻ പത്തിരിപ്പാല, UP രവി, ഹരീഷ്, റഹീമ, സാറക്കുട്ടി, ഫെബീന, മണികണ്ഠൻ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരക്ക് വേണമല്ലോ, കടയിൽ തിരക്കില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം. തിരക്ക് വേണം. നമ്മൾ പുതിയതിനെല്ലാം മോശമായിട്ട് കാണുന്നൊരു ഏർപ്പാടുണ്ട്. കുട്ടികൾ ഫോണെടുത്ത് നോക്കിയാൽ നമുക്ക് ഇഷ്ടമല്ല. പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് ഫേസ്ബുക്ക് നോക്കണം, ഇൻസ്റ്റാഗ്രാം നോക്കണം, ഇങ്ങനെ ഏത് നേരം നമ്മളിങ്ങനെ കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ അത് കാണുകയും അതിന് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ എന്നിവർ പങ്കെടുത്തു. ഉച്ചഭക്ഷണത്തോടെയാണ് സംഗമം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കേണ്ടതിന്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തി ലോക ലഹരി വിരുദ്ധ ദിനാചരണം. ലഹരി വ്യാപനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ആശങ്കാജനകം. കർശന പരിശോധനയും ബോധവൽക്കരണവുമായി എക്സൈസ് വകുപ്പ് പിടിമുറുക്കുമ്പോഴും ലഹരി ഉപയോഗം കുറയുന്നില്ലെന്ന് കണക്കുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ പാലക്കാട് ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 178ഓളം കേസുകൾ. വടക്കാഞ്ചേരിയിൽ അർദ്ധരാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടം നിയന്ത്രണം വിട്ട സ്കോർപിയോ ടിപ്പർ ലോറിയിലും മതിലിലും ഇടിച്ച്. പരിക്കേറ്റത് ചെറുതുരുത്തി സ്വദേശികൾക്ക്. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപ്പുഴകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ഇന്ദിരാജി റോഡിലുണ്ടായ സ്ഫോടനത്തിൽ കാട്ടുപന്നി ചത്തു. തിരക്കേറിയ പാതയോരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് ആശങ്ക പരത്തുന്നു. സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. സ്ഫോടനമുണ്ടായത് ചൊവ്വാഴ്ച രാത്രിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.